അതിവേഗ റെയിൽപാത പുതിയ മാറ്റങ്ങളുമായി ശ്രീധരൻ. കേരളത്തിന്റെ യാത്രാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന അതിവേഗ റെയിൽപാതയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മെട്രോമാൻ ശ്രീധരൻ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. അലൈൻമെന്റിലും നിർമ്മാണ ചെലവിലും യാത്രാ സമയത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ പരിഷ്കരിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ നിർദ്ദേശിച്ചിരുന്ന 22 സ്റ്റോപ്പുകൾക്ക് പകരം പുതിയ റിപ്പോർട്ട് പ്രകാരം 20 സ്റ്റേഷനുകൾ മാത്രമാണ് ഉണ്ടാവുക. ഇതിൽ മുമ്പ് ഉൾപ്പെട്ടിരുന്ന എടപ്പാൾ, തിരൂർ സ്റ്റേഷനുകൾ ഒഴിവാക്കി പകരം മലപ്പുറത്തെ പുതിയ സ്റ്റേഷനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് എയർപോർട്ട് വഴി കടന്നുപോകുന്ന ഈ പാത കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, കോഴിക്കോട് തുടങ്ങി കണ്ണൂർ വരെയുള്ള 465 കിലോമീറ്റർ ദൂരമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുക. സാങ്കേതിക മികവോടെ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പാതയിൽ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇതുവഴി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വെറും 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാനാകും. പദ്ധതിയുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിനായി പരിഷ്കരിച്ച ചില മാറ്റങ്ങളും പുതിയ റിപ്പോർട്ടിലുണ്ട്. ആദ്യഘട്ടത്തിൽ 56,500 കോടി രൂപയാണ് നിർമ്മാണത്തിനായി കണക്കാക്കുന്നത്. കൂടാതെ യാത്രാ നിരക്കുകളിലും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 440 രൂപയും കണ്ണൂരിലേക്ക് 780 രൂപയുമാണ് ടിക്കറ്റ് നിരക്കായി പ്രതീക്ഷിക്കുന്നത്. കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു സ്പെഷ്യൽ വെഹിക്കിൾ രൂപീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നിട്ട് എന്താ കംഫർട്ടബിൾ, വെരി പങ്ക്ച്വൽ, വെരി ക്ലീൻ ട്രെയിൻ സർവീസ്. അങ്ങനെ ഇതുകൊണ്ട് വി എക്സ്പെക്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ദി എക്സിസ്റ്റിംഗ് സദർൻ റെയിൽവേ ട്രെയിൻസ് ടു സ്വിച്ച് ഓൺ ടു ദിസ്. ഇപ്പോൾ ഒരു പരശുരാമ എക്സ്പ്രസ് എടുത്ത് നോക്കും, അതിൽ 2 മറ്റുള്ള എയർ കണ്ടീഷൻ കോച്ചസ്. അത് തിക്കിത്തേറ്റ് ആർക്ക് സ്ഥലം കിട്ടാനായിട്ട് എല്ലാവരും തേർഡ് ക്ലാസ്സിൽ പോവാം. എയർ കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ ദേ ആർ പ്രിപ്പയർഡ് ടു ട്രാവൽ, പേ ദറ്റ് എമൗണ്ട് 780. ഇങ്ങനെ ട്രെയിൻസ് ഇത്ര ചീപ്പായി കിട്ടുമ്പോൾ വി എക്സ്പെക്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഫോർ സദർൻ ട്രെയിൻസ് സ്വിച്ച് ഓൺ. ലോട്ട് ഓഫ് പീപ്പിൾ. ഞങ്ങളുടെ കാൽക്കുലേഷൻ പ്രകാരം അറ്റ്ലീസ്റ്റ് 8 to 9 trains of Southern Railway will have no passengers. അവർ ക്യാൻസൽ ചെയ്യാം, എല്ലാം ഇതിൽ പോകും. അത് ക്യാൻസൽ ചെയ്ത അവർ പാത്തുണ്ടല്ലോ, ദാറ്റ് പാത്ത് ദേ ക്യാൻ യൂട്ടിലൈസ് ഫോർ മോർ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ് ഓർ ഗുഡ്സ് ട്രെയിൻസ്. അപ്പോൾ സദർൻ റെയിൽവേ ഈസ് എ ബിഗ് പ്രോഫിറ്റർ ബിക്കോസ് ഓഫ് ദിസ്. അവർ എക്സ്ട്രാ പാത്ത് കിട്ടും. വീരചരിത്രമുറങ്ങുന്ന തിരൂരിന്റെ മണ്ണിൽ 2.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി തിരൂരിന്റെ പ്രിയപ്പെട്ട ഫാഷൻ ഡെസ്റ്റിനേഷൻ സൻഹ ഫാഷൻ ഇപ്പോൾ കൂടുതൽ പുതുമകളോടെ അണിഞ്ഞൊരുങ്ങുന്നു. ഉദ്ഘാടനം ഫെബ്രുവരി 26 രാവിലെ 11 മണിക്ക്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. പ്രൗഢിയും അഴകും ഇഴചേരുന്ന ഏറ്റവും പുതിയ ട്രെൻഡി വെഡിംഗ് വസ്ത്രങ്ങൾ, ലേഡീസ് വെയറുകളുടെ പുതിയ ശ്രേണികൾ, കളർഫുൾ കിഡ്സ് വെയർ കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ, ഫാൻസി ആൻഡ് ഫുഡ് വെയറുകളുടെ വിസ്മയ കളക്ഷനുകൾ തുടങ്ങി ഒരു വലിയ ഫാഷൻ ലോകമാണ് സൻഹ ഫാഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സൻഹ നൽകുന്നു സ്പെഷ്യൽ ഇനോഗ്രൽ ഓഫർ മാർച്ച് 15 വരെ. ഡെയിലി ക്യാഷ് ബാക്ക് ഓഫർ. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന ഒരു വിജയിക്ക് നൽകുന്നു 10,000 രൂപ വരെ ക്യാഷ് ബാക്ക്. മെഗാ ഗിവ് അവേ. സൻഹയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നതിലൂടെ നേടാം 10 പേർക്ക് ഗോൾഡ് കോയിൻ. സൻഹ ഒരുക്കുന്ന ഈ ഫാഷൻ വിസ്മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൻഹ ഫാഷൻ, ദി ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, തിരൂർ.